ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാനിതാ ചെറിയൊരു റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാലാ, കോട്ടയം, തൊടുപുഴ, മധ്യ തിരുവിതാംകൂറുകാരുടെ ഒരു പ്രധാനപ്പെട്ട വിഭവമായ പിടിയും നാടൻ കോഴിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യല്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കസിൻസൊക്കെ വരുന്നുണ്ട്, അപ്പോൾ ഫ്രണ്ട്സുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അപ്പോൾ ആ റെസിപ്പി നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മളിതാ തലേ ദിവസം അരി ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളതൊരു 7-8 മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കണം. വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ അതിന് വെള്ളം വേഗം പോയി കിട്ടാൻ വേണ്ടി ഞാനിവിടെ ഒരു കോട്ടണിലാണ് കേട്ടോ, കുറച്ച് അരി കൂടുതലുള്ളതുകൊണ്ട് ഒരു കോട്ടൺ തുണിയിലിട്ടിട്ട് അതുപോലെ വെള്ളം ഫുള്ളും പോയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ മിക്സിക്കകത്തിട്ടിട്ട് പൊടിച്ചെടുക്കണം. മിക്സിക്കകത്തിട്ടിട്ട് നമ്മളിതാ പുട്ടിൻ്റെ പാകത്തിലാണ് കേട്ടോ ഇത് പൊടിച്ചെടുക്കേണ്ടത്. ഇച്ചിരി തരിയും കൂടെ വേണം. അതിൻ്റെ ആ പുട്ടിൻ്റെ അരിപ്പിൽ അരിച്ചിട്ട് ഇച്ചിരി തരിയും കൂടെ നമുക്കതിൽ ആഡ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം നമ്മളിതാ വറക്കാനായിട്ട് വലിയൊരു ചെരുവത്തിലിട്ടിട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ അടുപ്പത്ത് വെച്ചാൽ പെട്ടെന്ന് ആയി കിട്ടും, ഗ്യാസിലാണെങ്കിൽ പതുക്കെയല്ലേ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ വിറകൊക്കെ കത്തിച്ച് അടുപ്പൊക്കെ സൂപ്പറാക്കി വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം വറുത്ത് നല്ല നമ്മൾ ഈ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കില്ലേ, ആ പാകത്തിന് നമ്മൾ വറുത്തെടുക്കണം കേട്ടോ. അതിനെക്കാട്ടിലും കൂടുതൽ വറുത്താലും കുഴപ്പമില്ല, വറവ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിടി ശരിയാവില്ല. അപ്പോൾ നമ്മളിതാ നൂൽപുട്ടിൻ്റെ പാകത്തിന് ഇതാ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വറുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ അതൊരു പാത്രത്തിൻ്റെ അടപ്പിലേക്ക് നമ്മളത് ഇട്ട് വെക്കണം. നമ്മളതിൻ്റെ ചൂട് ഇച്ചിരി ആറുന്നത് വരെ നമ്മളത് എന്ത് ചെയ്യുക, ഇച്ചിരി ഇങ്ങനെ ഇതാക്കി പരത്തി എല്ലാം ഒന്ന് ശരിയാക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ, നമ്മൾ പിടി ഉണ്ടാക്കാനുള്ള. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി തോലൊക്കെ പൊളിച്ചതിന് ശേഷം നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ചെറുതായി കട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ പിടിക്കുള്ള വെള്ളം നമ്മൾ അടുപ്പത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ വെള്ളം ഇച്ചിരി തിള വരാൻ സമയത്ത് ആകുമ്പോഴത്തേനും നമ്മളിത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളിയും അതുപോലെ തന്നെ തേങ്ങയും, നമ്മളിപ്പോൾ ഇവിടെ 3 കിലോയ്ക്ക് ഒരു വലിയ തേങ്ങ ആയതുകൊണ്ട് 4 തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ തേങ്ങയും കൂടെ ചിരകിയതും പിന്നെ ചെറിയ ജീരകവും കരിവേപ്പിലയും ഉപ്പും കൂടെയാണ് നമുക്കിതിൽ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ വെള്ളം ചൂടായി വരുമ്പോഴത്തേനും നമ്മളിതെല്ലാം ഇട്ട് കൊടുക്കണം. ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ തേങ്ങയും 4 തേങ്ങ ചിരകിയതും പിന്നെ ചെറിയ ജീരകവും കരിവേപ്പിലയും ഉപ്പും കൂടെ നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ചെറിയൊരു ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇതിൻ്റെ പ്രൊസീജിയറൊന്നും അറിയില്ല, എന്നാലും ഇതിനങ്ങനെ ഇട്ട് തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതാ നമ്മളിത് തേങ്ങാപ്പീരയൊക്കെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ വെള്ളം നല്ലതുപോലെ തിളയ്ക്കണം, നല്ല വെട്ടി തിളയ്ക്കണം കേട്ടോ. തിളച്ച് വരുമ്പോൾ ആ വെള്ളം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, ഈ പൊടിയെല്ലാം കുഴച്ചെടുക്കുന്നത്, നമ്മൾ പിടി വെക്കാനുള്ള പൊടി കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതാ എനിക്ക് ഹെൽപ്പായിട്ട് ആൻറ്റിമാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആൻറ്റിയും ഒരു ഏടത്തിയമ്മയും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ കരിവേപ്പിലേക്ക് നമ്മൾ വീട്ടിലുണ്ടായ നല്ല ഫ്രഷ് കരിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. വെള്ളം നല്ല തിളച്ച് വരുമ്പോഴത്തേനും നമ്മളത് പൊടി അത് ഇട്ടിട്ട് വേണം കേട്ടോ കുഴയ്ക്കാനായിട്ട്. അപ്പോൾ അതാ നല്ല തീ കത്തിച്ച് കൊടുക്കണം. അപ്പോഴത്തേനും പെട്ടെന്ന് ഇതാ തിള വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടത്തമ്മമാരും കൂടെ ഉള്ളതുകൊണ്ട് എനിക്കൊരു ഹെൽപ്പായി. അപ്പോൾ അതാ അവിടുന്ന് വെള്ളം നല്ല തിളച്ച് വന്നപ്പോഴത്തേനും ആ വെള്ളം എടുത്തിട്ടാണ് നമ്മൾ 2 ട്രിപ്പായിട്ടാണ് നമ്മൾ പൊടി കുഴയ്ക്കുന്നത്. ആ തിളച്ച വെള്ളം തന്നെ നമ്മൾ പൊടിയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ആ ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് പിടീൻ്റെ ആ ബോൾ പോലെ ഉണ്ടാവുമല്ലോ, ആ ബോൾ ഇച്ചിരി സ്മൂത്തായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഈ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതേപടി തന്നെ കുഴയ്ക്കണം. നല്ലതുപോലെ കുഴച്ചെടുക്കണം. കുഴച്ചപ്പോൾ നല്ല സ്മൂത്തായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതാ അതിന് ശേഷം നമ്മളിതാ എല്ലാം 2 പ്രാവശ്യമായിട്ടാണ് നമ്മൾ നല്ല കുഴച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കുഴക്കലെന്ന് പറയുന്നത് വല്ലാത്തൊരു ടാസ്ക്കാണ്. നല്ല ചൂടോടുകൂടി തന്നെ നമ്മളത് കുഴച്ചെടുക്കണം. അപ്പോൾ അത് കുഴച്ച് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ ഇത് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച്. അപ്പോൾ നല്ലത് കണ്ടോ. അപ്പോൾ നല്ലത് നമുക്ക് തൊടുമ്പോഴത്തേനും നമുക്ക് അറിയാൻ പറ്റും. അതിന് ശേഷം നമ്മളിതാ അതിൽ എടുത്തിട്ട് ഇച്ചിരി എടുത്തിട്ട് നമ്മളിതുപോലെ ചെറിയ ബൗളായിട്ടാണ് നമ്മളത് പിടിയായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഞ്ഞു ബോളാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടിയിടണം. അപ്പോൾ ഇതിന് കുറച്ച് ആളുകൾ 3-5 ആളുകളുണ്ടെങ്കിൽ പെട്ടെന്നത് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞങ്ങൾ 3 പേരുണ്ട്. അപ്പോൾ ഞങ്ങളത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഫൈനൽ നമ്മളിതാ എല്ലാം ഉണ്ടെല്ലാം ഉരുട്ടി കഴിഞ്ഞു കേട്ടോ. പിടിക്കില്ല. എന്നിട്ട് അത് നമ്മൾ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി നമ്മൾ തരി അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേനും ഇതാ ആ വെള്ളം നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടല്ലേ കുഴക്കുന്നത്, ബാക്കി വെള്ളം അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ പിടി ഇങ്ങനെ ഇച്ചിരി ചെരിച്ച് ഇട്ട് കൊടുക്കണം.
ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പൊടി ഉണ്ട ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ പൊടിയെപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടി കരിയും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെരിച്ച് ബോൾ മാത്രമായിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യാം, അത് വേകാനായിട്ട് വെക്കണം. ഈ ബോൾ വേകാനായിട്ട് നമ്മൾ അതിൽ തന്നെ വെക്കണം. അതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഒരു തുടപ്പൻ എന്ന് പറയും കേട്ടോ, നമ്മളിവിടെ ഈ ചെറിയ തവി വെച്ചിട്ട് നമ്മൾ അത് സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഇച്ചിരി ആ ബാലൻസ് വന്ന പൊടിയും കൂടെ ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് വേകാൻ വേണ്ടിയിട്ടുള്ള നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വെന്തതിന് ശേഷം നമ്മൾ ഈ ഒരു തവി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അതിനപ്പുറത്തേക്ക് നമ്മൾക്കിത് നാടൻ കോഴിയും കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. കുക്കറിൽ വെച്ചതുകൊണ്ട് പെട്ടെന്ന് നാടൻ കോഴി റെഡി ആയി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ പിടി വെന്ത് വന്നു. ഇതാ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റ് ട്യൂബ് ശിശു എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ശിശു എന്ന് പറയുന്നത് എൻ്റെ കെട്ടിയൻ തന്നെയാണ് കേട്ടോ. എന്തുണ്ടാക്കി കൊടുത്താലും ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത് ഹസ്ബൻഡിനെയാണ്. അപ്പോൾ ഹസ്ബൻഡ് ഇതാ കഴിച്ച് നോക്കിയിട്ട് സൂപ്പറാണ്, അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേനും കസിൻസൊക്കെ വരാനായി. അപ്പോഴത്തേനും കോഴിയും പിടിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു.